ഹലോ, ഞാൻ ഇന്ന് ഒരു പദത്തെപ്പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പദം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതും വളരെയധികം പാവനവുമായ ഒരു പദമാണ്. ഗുരുപൂർണിമ എന്ന് പറയുന്ന പദത്തെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ എനിക്കിവിടെ പറയേണ്ടി വരും. കാരണം കുറച്ച് വർഷം മുമ്പ് ഒരു അധ്യാപികയായി ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് കുട്ടികളൊക്കെ ഓടി വരുന്നു, തൊഴുന്നു, കാല് തൊട്ട് വന്ദിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യമായ ഒരു അനുഭവമാണ്. ഞാൻ മറ്റ് അധ്യാപകരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ടീച്ചർ ഇന്ന് ഗുരുപൂർണിമയാണ്. ശരിക്കും വേറിട്ട ഒരു അനുഭവമായിരുന്നു. കാരണം എൻ്റെ സ്കൂൾ ജീവിതത്തിലോ എൻ്റെ കോൺവെൻറ്റ് സ്കൂളുകളിലോ ഒന്നും ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ കണ്ടിട്ടില്ല. അന്ന് എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട ഒരു വാക്കാണ് ഗുരുപൂർണിമ. ഇന്ന് ഞാനത് നിങ്ങളോട് ഞാൻ അതിനെപ്പറ്റി അല്പം സംസാരിക്കാം. ഗുരുപൂർണിമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതീയ സംസ്കാരത്തിൽ വളരെയധികം അമൂല്യമായ ഒരു വാക്കാണ്. ആഷാഢ മാസത്തിലെ പൗർണമി ദിവസമാണ് ഗുരുപൂർണിമ ആചരിക്കുന്നത്. ഗുരു എന്ന് പറയുന്നത് ഒരു സംസ്കൃത പദമാണ്. ഗു എന്നും രു എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങൾ ചേർന്നാണ് ഈ ഗുരു എന്ന് പറയുന്ന പദം രൂപ കൊണ്ടിരിക്കുന്നത്. ഗു എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ അർത്ഥം അന്ധകാരം, ഇരുട്ട്, തമസ് എന്നൊക്കെയാണ്. രു എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ അർത്ഥം നീക്കുക, മാറ്റുക, തടസ്സപ്പെടുത്തുക എന്നൊക്കെയാണ്. അപ്പോൾ ഗുരു എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം നമ്മളിലുള്ള അന്ധകാരത്തെ അല്ലെങ്കിൽ നമ്മളിലുള്ള തമസിനെ മാറ്റി പ്രകാശമാക്കുന്ന ആളാണ് ഗുരു എന്ന് പറയുന്ന ആൾ. നമ്മുടെ മനുഷ്യായുസ്സിലെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മയാണ് ഈ പ്രപഞ്ച സത്യങ്ങളെ നമുക്ക് കാട്ടിത്തന്നത്. അമ്മ ആരെയാണോ പിതാവ് എന്ന് പറഞ്ഞ് നമുക്ക് കാട്ടിത്തന്നത്, അദ്ദേഹമാണ് നമ്മുടെ പിതാവ്. ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മാതാവും പിതാവും ചേർന്ന് ആരെയാണോ അറിവിൻ്റെ വഴിയിലേക്ക് നമ്മളെ നയിക്കാനായി നമുക്ക് കാട്ടിത്തന്നത്, അദ്ദേഹമാണ് നമ്മുടെ ഗുരു. പിന്നെ നമ്മുടെ ജീവിതയാത്രയിൽ മാതാവും പിതാവും ഗുരുവും ചേർന്ന് നമ്മളെ സനാതനമായ സത്യത്തിൻ്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ നിത്യമായ പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ വഴി നടത്തുന്നു. അപ്പോൾ ഈ ഗുരുപൂർണിമ എന്ന് പറയുന്ന പദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മതവിഭാഗക്കാരാണ് ആചരിക്കുന്നത്. ഒന്നാമത്തേത് ബുദ്ധമതക്കാരും രണ്ടാമത്തേത് ഹിന്ദു മതക്കാരുമാണ് ഈ ഗുരുപൂർണിമ എന്ന് പറയുന്ന അനുഷ്ഠാനം ആചരിക്കുന്നത്. ബുദ്ധമതക്കാരെ പറ്റി സംസാരിച്ചാൽ ശ്രീബുദ്ധൻ തൻ്റെ ആദ്യത്തെ ഉപദേശം അല്ലെങ്കിൽ ആദ്യ ഉപദേശം നൽകിയത് സാരനാഥിൽ വെച്ചാണ്. അതായത് ആഷാഢ മാസത്തിലെ പൗർണമി ദിവസമാണ് ശ്രീബുദ്ധൻ്റെ ആദ്യ ഉപദേശം നടന്നത്. അതുപോലെ ഹിന്ദു മതക്കാരുടെ ആചാര്യനായ വ്യാസ മഹർഷി തൻ്റെ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന കൃതി പൂർത്തിയാക്കിയത് ആഷാഢ മാസത്തിലെ പൗർണമി ദിവസമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് മതസ്ഥരും ഗുരുപൂർണിമ ആചരിക്കുന്നത്. എനിക്ക് അറിവ് പകർന്നു തന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ അന്ധകാരം മാറ്റി തന്ന ഗുരുവിന് ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത്. എൻ്റെ ഗുരുവിന് ഞാൻ നൽകുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് അറിവ് പകർന്നു തന്ന ഗുരുവിന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഗുരുപൂജയും ഗുരുദക്ഷിണയും. ഗുരുപൂജ എന്ന് പറയുമ്പോൾ ഗുരുവിനെ വന്ദിക്കുക, ഗുരുവിൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുക, ഗുരുവിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിക്കുക. ഇങ്ങനെയാണ് ഗുരുപൂജ നടത്തേണ്ടത്. അടുത്തത് ഗുരുദക്ഷിണ. എനിക്ക് കുറേ കാലം അല്ലെങ്കിൽ ഒരു കാലഘട്ടം മുഴുവനും എനിക്ക് അറിവ് പകർന്നു തന്ന ഗുരുവിന് ഈ എൻ്റെ അറിവ് നേടുന്ന ഈ കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു കാലയളവ് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ ഗുരുവിന് കൊടുക്കുന്ന സംഭാവനയാണ് ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. നമുക്ക് ഭാരതീയർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു പേരാണ് ഏകലവ്യൻ. തൻ്റെ വിരൽ പോലും മുറിച്ചു കൊടുത്താണ് അദ്ദേഹം തൻ്റെ ഗുരുദക്ഷിണ നൽകിയത്. അപ്പോൾ ഈ ഗുരുവിനെ നമ്മൾ എന്നും ഓർക്കണം. നമുക്ക് ആരാണോ അറിവ് പകർന്നു തന്നത് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ മാറ്റിയത്, നമ്മളെ സത്യത്തിൻ്റെ വഴിയിലേക്ക് നടത്തിയത്, നന്മയുടെ വഴിയിലേക്ക് നടത്തിയത്, ആ ഗുരുക്കളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ അവരെയൊക്കെ ഓർക്കണം. ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരെ വല്ലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാകുന്നെങ്കിൽ പോയി കാണണം. അതല്ല അവർ മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം.
നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് എന്തെല്ലാം നന്മകൾ പറഞ്ഞു തന്നോ, നമുക്ക് എന്തെല്ലാം അറിവ് പകർന്നു തന്നോ, അത് നമ്മുടെ ഈ കാലയളവിൽ നമ്മളിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നു. ഇനി വരുന്ന തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടതും അവരെ നന്മയുടെ വഴിയിലേക്ക് നയിക്കേണ്ടതും സത്യത്തിൻ്റെ വഴിയിലേക്കും നയിക്കാനുള്ള ചുമതല ഈശ്വരൻ നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും നിർവഹിക്കണം. അങ്ങനെ നോക്കുമ്പോൾ വരുന്ന തലമുറയ്ക്ക് വഴിവിളക്കായി, നല്ല ഗുരുക്കന്മാരായി, അറിവ് പകരുന്നവരായി, സത്യത്തിലേക്ക് അവരെ നയിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ ഒരുമിച്ച് സത്യത്തിൻ്റെ വഴിയിലേക്ക് നിത്യസനാതനമായ ഒരു പ്രകാശത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യായുസ്സായി നമുക്ക് മാറാം. ആ ഒരു യാത്രയിൽ നമുക്കെല്ലാം പങ്കുചേരാം. ഓക്കെ, ബൈ.